കേരളത്തിലെ റോഡുകളിലൂടെ പറക്കുന്ന ആഡംബര കൊട്ടാരങ്ങൾ അങ്ങനെയാകും വരാനിരിക്കുന്ന KSRTC ബിസിനസ് ക്ലാസ് ബസ്സുകളെ വിശേഷിപ്പിക്കുക. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് അടുത്ത 2 മാസത്തിനുള്ളിൽ ഈ പ്രീമിയം സർവീസുകൾ ആരംഭിക്കുമെന്നത് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ തടസ്സമാകില്ലെന്നും ബസ്സുകൾ എത്തുന്ന മുറയ്ക്ക് സർവീസ് തുടങ്ങുമെന്നും അദ്ദേഹം ഉറപ്പു നൽകുന്നു. കേരളത്തിലെ റോഡുകളിൽ വർദ്ധിച്ചു വരുന്ന വാഹന തിരക്കും സ്വകാര്യ കാറുകളുടെ ഉപയോഗവും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിലവിൽ ഡോക്ടർമാർ, അഭിഭാഷകർ, IT പ്രൊഫഷണലുകൾ, ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർ ദീർഘദൂര യാത്രകൾക്കായി സ്വന്തം കാറുകളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ഇതിന് കാരണം പൊതുഗതാഗത സംവിധാനങ്ങളിലെ സൗകര്യക്കുറവും സ്വകാര്യതയുടെ അഭാവവുമാണ്. ഈ ഒരു വിഭാഗത്തെ പൊതുഗതാഗതത്തിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞാൽ അത് KSRTCക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ വിലയിരുത്തുന്നു. ആദ്യഘട്ടത്തിൽ 2 വോൾവോ ബസ്സുകളാണ് സർവീസിനായി ഉപയോഗിക്കുന്നത്. തിരുവനന്തപുരത്തിനും തൃശൂരിനും ഇടയിലാണ് ആദ്യം സർവീസ് പ്ലാൻ ചെയ്തിരുന്നതെങ്കിലും നിലവിൽ ദേശീയപാതയിൽ നടക്കുന്ന വിപുലമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് ആദ്യഘട്ടത്തിൽ സർവീസ് എറണാകുളം വരെ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഈ സർവീസിന്റെ മറ്റൊരു പ്രത്യേകത ഇതിന്റെ ലിമിറ്റഡ് സ്റ്റോപ്പുകളാണ്. ഒരു ജില്ലയിൽ ഒരു സ്റ്റോപ്പ് എന്ന മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുക. തിരുവനന്തപുരത്ത് നിന്നും യാത്രക്കാർ നിറഞ്ഞാൽ എറണാകുളം മാത്രമായിരിക്കും അടുത്ത സ്റ്റോപ്പ്. സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ മാത്രം കൊല്ലത്തും ആലപ്പുഴയിലും സ്റ്റോപ്പുകൾ അനുവദിക്കും. ദേശീയപാത വികസനം പൂർത്തിയാക്കുന്നതോടെ തിരുവനന്തപുരം മുതൽ കൊച്ചി വരെയുള്ള യാത്ര വെറും 3.5 മുതൽ 4 മണിക്കൂർ വരെയായി കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ഗതാഗത വകുപ്പിന്റെ കണക്കുകൂട്ടൽ. വോൾവോ പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച ഈ ബിസിനസ് ക്ലാസ് കോച്ചുകളിൽ സാധാരണയായി ബസ്സുകളിൽ ലഭ്യമല്ലാത്ത അത്യാധുനിക സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 35 സീറ്റുകൾ മാത്രമുള്ള ഈ ബസ്സിൽ യാത്രക്കാർക്ക് കാലുകൾ നീട്ടിയിരിക്കാൻ ആവശ്യമായ സ്ഥല സൗകര്യം ഉണ്ടായിരിക്കും. കൂടുതൽ വിശാലമായ പുഷ് ബാക്ക് സീറ്റുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഓരോ സീറ്റിലും ഇൻഡിവിജ്വൽ എന്റർടൈൻമെന്റ് സ്ക്രീനുകൾ ഘടിപ്പിച്ചിരിക്കും. വിമാനങ്ങളിൽ ഉള്ളതുപോലെ യാത്രക്കാർക്ക് ഇഷ്ടപ്പെട്ട സിനിമകളോ പാട്ടുകളോ കാണാൻ സാധിക്കും. ഇതിനായി ഹെഡ്ഫോണുകളും നൽകും. ലാപ്ടോപ്പുകളും മൊബൈലുകളും ചാർജ് ചെയ്യാനുള്ള പോർട്ടുകൾ ഓരോ സീറ്റിലും ലഭ്യമാണ്. ബസ്സിനുള്ളിൽ യാത്രക്കാർക്കായി അതിവേഗ വൈഫൈ സൗകര്യവും ഉണ്ടാകും. യാത്രക്കിടയിൽ ചായ, ലഘുഭക്ഷണം എന്നിവ നൽകുന്നതിനായി ഒരു ചെറിയ പാൻട്രി ബസ്സിനുള്ളിൽ തന്നെ സജ്ജീകരിക്കും. KSRTCയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ബസ്സിനുള്ളിൽ തന്നെ ശൗചാലയ സൗകര്യം ലഭ്യമാകും. ഇത് ദീർഘദൂര യാത്രക്കാർക്ക് വലിയ ആശ്വാസമായിരിക്കും. വിമാനങ്ങളിലെ എയർ ഹോസ്റ്റസുമാരെ പോലെ യാത്രക്കാരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ച ബസ് ഹോസ്റ്റസ് ഓരോ സർവീസിലും ഉണ്ടാകും. സ്വകാര്യ കാറുകൾ ഉപയോഗിക്കുന്നവർക്ക് പൊതുഗതാഗതത്തിലേക്ക് മാറുന്നത് വഴി നിരവധി ഗുണങ്ങളുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. ഒരു ബിസിനസ് ക്ലാസ് ബസ് ഓടുമ്പോൾ കുറഞ്ഞത് 20 മുതൽ 30 വരെ കാറുകൾ റോഡിൽ നിന്ന് കുറയാൻ സാധ്യതയുണ്ട്. ഇത് ഗതാഗത കുരുക്ക് കുറയ്ക്കാനും ഇന്ധന ലാഭം ഉണ്ടാക്കാനും കാർബൺ മലിനീകരണം കുറയ്ക്കാനും സഹായിക്കും. കൂടാതെ ഉയർന്ന വരുമാനക്കാരിൽ നിന്ന് ലഭിക്കുന്ന ടിക്കറ്റ് വരുമാനം KSRTCയുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമാവുകയും ചെയ്യും. ദേശീയപാതയിലെ കുഴികളും നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് നിലവിൽ ഈ പദ്ധതി നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. അത്യാധുനിക വോൾവോ ബസ്സുകൾ മോശം റോഡുകളിലൂടെ ഓടിക്കുന്നത് വാഹനത്തിന്റെ ആയുസ്സിനെ ബാധിക്കുമോ എന്ന ആശങ്ക ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുകൊണ്ടാണ് തൃശൂർ വരെയുള്ള സർവീസുകൾ തൽക്കാലം എറണാകുളത്ത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. എങ്കിലും കേരളത്തിന്റെ പൊതുഗതാഗത ശൃംഖലയെ ആധുനികവൽക്കരിക്കാനുള്ള വിശാലമായ നീക്കത്തിന്റെ ഭാഗമായാണ് ഈ പദ്ധതിയെ ഗതാഗത വകുപ്പ് കാണുന്നതും. KSRTC എന്നാൽ പഴയ ലോക്കൽ ബസ്സുകൾ മാത്രമാണെന്ന ധാരണ മാറ്റാനാണ് ബിസിനസ് ക്ലാസ് സർവീസിലൂടെ ലക്ഷ്യമിടുന്നത്. 2026 തുടക്കത്തിൽ കൂടുതൽ ബസ്സുകൾ എത്തിച്ച് കേരളത്തിലുടനീളം ഈ സർവീസ് വ്യാപിപ്പിക്കാൻ ഗതാഗത വകുപ്പ് പദ്ധതിയിടുന്നു. പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നത് അഭിമാനമായി കാണുന്ന ഒരു വിഭാഗം ജനങ്ങളെ സൃഷ്ടിക്കുക എന്ന വലിയ ദൗത്യമാണ് ഈ നീക്കത്തിന് പിന്നിലുള്ളത്. അടുത്ത 2 മാസത്തിനുള്ളിൽ ഈ ബസ്സുകൾ നിരത്തിൽ ഇറങ്ങുന്നതോടെ കേരളത്തിന്റെ റോഡുകളിൽ പുതിയൊരു ആഡംബര വിപ്ലവം സംഭവിക്കുമെന്നതും ഉറപ്പാണ്.